ചിക്കൻ വെച്ചുണ്ടാക്കുന്ന റെസിപ്പികളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം ട്ടോ. ഭയങ്കര ടേസ്റ്റാണ് ഇതിന്. ഉണ്ടാക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറും. നല്ലൊരു മണവും നല്ല ക്രീമി ആയിട്ടുള്ള ഒരു കുറുമയാണ്. അപ്പോൾ നിങ്ങളിങ്ങനെയാണോ ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. ഇങ്ങനെ അല്ലെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കൂ ട്ടോ. അപ്പോൾ ഒരു പാനിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് അതിലേക്ക് സവാള അരിഞ്ഞതും പിന്നെ ഒരു 3 പച്ചമുളക് കീറിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലൊന്ന് വെന്ത് വരുമ്പോഴേക്കും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്ത് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുമ്പോഴേക്കും ഒരു തക്കാളീൻ്റെ പകുതി അത് മാത്രം മതിയാവും ചേർത്തിട്ട് ഇനി നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം. ഞാനൊരു 2 ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. ചേർത്ത് നല്ല പോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുത്തിട്ട് ഇനി അതിലേക്ക് ഒരു 1.25 ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്നും കൂടെ മിക്സാക്കി എടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കണം. അതാണ് ഒരല്പം കഷ്ടം. പക്ഷേ ഇതിലേക്ക് 1-ാം പാലിൻ്റെ ആവശ്യമില്ല, 2-ാം പാൽ ചേർത്ത് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സാക്കി ചിക്കനൊക്കെ വേവുന്നത് വരെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 3/4 കപ്പ് തേങ്ങയും 2 പട്ടയും 2 ഏലക്കയും 2 ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ വലിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് മാറ്റി വെക്കണം. ഇപ്പോൾ അതാണ്ട് നമ്മുടെ ചിക്കൻ വെജിറ്റബിൾസ് എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടറ്റോ ഒക്കെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഇതുപോലെ, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച അരപ്പം ചേർത്തിട്ട് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കണം. ഇനി കുറച്ച് മല്ലിയിലയും കൂടെ അതിൻ്റെ മുകളിലോട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് സമയമായിട്ട് തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ ഇതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കുറുമയാണ് കേട്ടോ. എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പത്തിൻ്റെ കൂടെയോ നാനിൻ്റെ കൂടെയോ ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ആക്കി നോക്കണം.